വണ്ടാനത്തെ ഹോസ്പിറ്റല് കൊല്ലുന്നേ ചോദ്യം ചെയ്ത നേതാക്കളെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൻ പേര് പറഞ്ഞ് ജയിലിലടക്കാൻ നോക്കുന്നു ഇല്ല അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല നാഷണൽ കോൺഗ്രസ് എവിടെ പോലീസ് പാവപ്പെട്ടൊരു രോഗിയെ കൊല്ലാൻ നോക്കിയ ഡോക്ടറെ സംരക്ഷിക്കും പോലീസ്. ധീരന്മാരെ കോൺഗ്രസിൻ ധീരന്മാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഇല്ല, നമ്മൾ പിന്മാറില്ല. പോരാട്ടം ഇത് പോരാട്ടം കോൺഗ്രസിൻ പോരാട്ടം ഇല്ല, നമ്മൾ അനുവദിക്കില്ല. യൂത്ത് കോൺഗ്രസ് ഉന്നപ്പറയിലെ ഉഷ ചേച്ചിയെ സർജറിയുടെ പേര് പറഞ്ഞ് കൊല്ലാൻ നോക്കിയ ഡോക്ടർമാരെ സംരക്ഷിക്കും സർക്കാര് കൂട്ടുനിൽക്കും പോലീസ്. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. ഉന്നപ്രയിലെ ഉഷ ചേച്ചിയെ സർജറിയുടെ പേര് പറഞ്ഞ് കത്രിക വെച്ച് തുന്നിക്കൊല്ലാൻ നോക്കിയവരെ സർക്കാരെ വീണ ജോർജിന്റെ ഡോക്ടർമാരെ ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. ധീരന്മാരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾക്കായി പട പൊരുതിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൻ പേര് പറഞ്ഞ് തുറങ്കിലടക്കാൻ നോക്കുന്നു ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ആർക്കാണോ തല്ലണ്ടേ? ഏതവനാണോ തല്ലണ്ടേ? ഏതവനാണോ ഡിവൈഎസ്പി? പിണറായിയുടെ വാക്യം കേട്ട് ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ച് പോരിന് വേണം ഡിവൈഎസ്പി. ഞങ്ങളുടെ പ്രിയ നേതാക്കളെ കള്ളക്കേസിൻ പേര് പറഞ്ഞ് ജയിലിലടക്കാൻ നോക്കുന്നു പിണറായിയുടെ വാക്യം കേട്ട് അമ്പലപ്പുഴയിലെ ഡിവൈഎസ്പി അല്ലാണ്ടങ്ങ് തുള്ളണ്ട. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. വണ്ടാനത്തെ ഹോസ്പിറ്റല് ഉന്നപ്പറയിലെ ഉഷ ചേച്ചിയെ ഒന്നുകളയാൻ നോക്കിയവരെ സംരക്ഷിക്കും സർക്കാര് കൂട്ടുനിൽക്കും പോലീസ്. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പിണറായിയുടെ വാക്യം കേട്ട് അമ്പലപ്പുഴയിലെ ഡിവൈഎസ്പി അല്ലാണ്ടങ്ങ് തുള്ളണ്ട. ഞങ്ങളുടെ പ്രിയ നേതാക്കളെ കള്ളക്കേസിൻ പേര് പറഞ്ഞ് തുറങ്കിലടക്കാൻ നോക്കുന്നവരെ ആർക്കാണ് തല്ല
തല്ലണ്ടേ? ഏതവനാണ് തല്ലണ്ടേ? വാടാ വാടാ പോരിന് വാടാ. ഇല്ല ഇല്ല പിന്നോട്ടില്ല. ഇല്ല ഇല്ല പിന്നോട്ടില്ല. ഓരോ അടിയും മുന്നോട്ട്. ഓരോ അടിയും മുന്നോട്ട്. പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് പ്രതിഷേധം. നമ്മൾ പിന്മാറില്ല. ഞങ്ങൾ പിന്മാറില്ല. പകരില്ല. പാവപ്പെട്ടൊരു കുടുംബക്കാര് പട്ടിണിയിലാക്കിയ സർക്കാര് പിണറായി വിജയൻ സർക്കാര്. ഇവർക്കെതിരെ ഉയരുന്നു കോൺഗ്രസ് പ്രതിഷേധം. ഇത് പ്രതിഷേധം. നമ്മൾ പിന്മാറില്ല. ധീരന്മാരെ കോൺഗ്രസിൻ ധീരന്മാരെ. വിവാദ്യങ്ങൾ കോൺഗ്രസ് സിന്ദാബാദ്. കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം. കോൺഗ്രസ് പ്രതിഷേധം. സിന്ദാബാദ്. കഴിവുകെട്ടൊരു പിണറായി. കഴിവുകെട്ടൊരു ആരോഗ്യവകുപ്പ്. രാജിവെക്കൂ. പാവപ്പെട്ടൊരു കുടുംബത്തെ പട്ടിണിയിലാക്കിയ സർക്കാര്. ഒരു SC/ST പെൺകുട്ടിയെ പോലീസ് അവരുടെ നെഞ്ചത്ത് പിടിച്ച് വലിക്കുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളാണോ തെറ്റ് ചെയ്തത് പോലീസാണോ എന്ന് ഇവിടെ പോലീസ് തീരുമാനിക്കട്ടെ. ഇവിടെ പോലീസുകാരുണ്ടല്ലോ. കണ്ടോ കണ്ടോ ഇത് ഏത് നീതിയാണോ ന്യായമാണോ? SC/ST ആയ ഒരു പെൺകുട്ടി സമരം ചെയ്യാൻ വന്നവരെ പോലീസുകാർ CA അടക്കമുള്ളവര് കയറി പിടിച്ച് വലിച്ചിട്ട് വനിതാ പോലീസ് പോലും ഇല്ലാതെ ഈ തരത്തിൽ തെമ്മാടിത്തരം കാലത്തിൽ ന്യായമായ സമരം ചെയ്ത് പത്രസമ്മേളനം ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ലല്ലോ. ഞങ്ങളെ റിമാൻഡ് ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ പട്ടിയാതി പെൺകുട്ടിയെ വീഡിയോ എടുത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനായിട്ട് ഇവരെ വെള്ളരിക്കപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ കാണാം. പോലീസ് ഇവിടെ നിയമമുണ്ടോ ഞങ്ങൾക്ക് അറിയാമല്ലോ. നിയമം നമ്മൾ പരിശോധിക്കാം. വരട്ടെ കാണാമല്ലോ ആരാണ് ഇവിടെ നിയമം തെറ്റിച്ചെന്ന് കാണണം. ആലപ്പുഴ അമ്പലപ്പുഴ
ഇവിടെ ശിവപ്രസാദ് എന്ന് പറഞ്ഞ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു SC/ST പെൺകൊച്ചിനെ തല്ലിട്ട് അവന്റെ മുണ്ട് അടികൊണ്ട് പിടിച്ചു കൊടുത്താണ്. നെഞ്ചത്ത് കയറി പിടിച്ച CIക്കെതിരെ നടപടിയെടുക്കാതെ കോൺഗ്രസ് പുറകോട്ട് പോകത്തില്ല. ആദ്യം ഈ CI അറസ്റ്റ് ചെയ്യണം, ഈ CIക്ക് നടപടിയെടുക്കണം. അല്ല ഞങ്ങൾ തല കയറേണ്ടത്, ഞങ്ങൾ ഒരിക്കലും കേട്ടോട്ടിട്ടില്ല, ഒരു നിയമനം ലംഘിച്ചിട്ടില്ല. മര്യാദയാണ് കാണിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള വിഷയം. സമരം ചെയ്യാൻ പറ്റത്തില്ലേ, സമരം ചെയ്യാൻ പറ്റത്തില്ലേ? അവന്റെ അഭ്യാസം നിങ്ങൾ സമരം ഇത് ഞങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയുള്ള സമരമൊന്നുമല്ല. മര്യാദയായിട്ട് കാണിക്കലായിരിക്കും. അഭ്യാസം വേണ്ട, പേടിപ്പിക്കൊന്നും വേണ്ടി ഇവിടെ നടക്കത്തില്ല. ഇവിടെ ചെയ്യാൻ പോലീസ് സ്റ്റേഷൻ CIക്കെതിരെ നടപടിയെടുപ്പിക്കാൻ ഞങ്ങൾ പോകത്തില്ല. ഇവിടെ KC വേണുഗോപാലില്ല, രമേശ് ചെന്നിത്തലയില്ല. ഈ ജില്ലയിൽ തെമ്മാടിത്തരം കാണിച്ച പോലീസുകാരൻ പാവപ്പെട്ട പട്ടിയാതി പെൺകുട്ടിയുടെ മാറത്തിലാണ് പിടിച്ചത്. പ്രസാദിന്റെ നിന്റെ കൈ വെച്ചാൽ മതി അഭ്യാസം. ഇവിടെ വേണ്ട, നിന്റെ കാണാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ തനിമാരും ധൈര്യം. അവരവിടെ ഇരിക്കുമായിരുന്നു. ഒരു കാര്യം അവരവിടെ ലിജോണ ശുക്രിക്ക അവരവിടെ ഇരിക്കുക. അപ്പൊ അവൻ മനഃപൂർവ്വം പ്രശ്നം അവന് വേറെ ഉദ്ദേശമാണ്, അവന്റെ വേറെ മര്യാദ. ഞങ്ങളുടെ കൊച്ചിനെ നെഞ്ചത്ത് കയറി പിടിച്ച CI ഇവിടെ നടക്കുന്നു. ഞങ്ങളിവിടെ സമരം ചെയ്ത് ഞങ്ങളകത്താ അഭ്യാസം കാണിക്കുന്നു. റിമാൻഡ് ചെയ്യണമെങ്കിൽ റിമാൻഡ് ചെയ്താ പറയും. ഇത് പോലീസിനെ പേടിപ്പിക്കുന്നയാളെ. ആ വീഡിയോ കണ്ടു നോക്കണം. ആ കൊച്ചിനെ നെഞ്ചത്ത് കയറി പിടിക്കുന്ന CI ആരാ നിയമം തെറ്റിച്ചത്? പട്ടികാതി പെൺകുട്ടിയെ ഞങ്ങളവിടെ പത്രസമ്മേളനത്തിലാണ്. പത്രസമ്മേളനം ഒഫീഷ്യൽ ഡ്യൂട്ടിയാണോ? അല്ലല്ലോ. ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചികിത്സിക്കുന്നതാണ് ഒഫീഷ്യൽ ഡ്യൂട്ടി. പത്രസമ്മേളനം നടത്താൻ കാരണം എന്താ കാരണമായത്? ഒരു പാവപ്പെട്ട ലേഡിയുടെ വയറ്റിനകത്ത് 5 വർഷമായി കുത്തിക്കയറ്റി വെച്ചിരിക്കുക. അത് നമ്മളെ കേസെടുത്തുമാർ ഉമ്മാക്കിയാണ് പേടിപ്പിക്കാൻ. കൈ വെച്ചാൽ മതി, 10-65 കേസുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ? ചെയ്യുന്നല്ല. K പ്രസാദിന്റെ ബന്ധുവായ DSP നിന്നോട് പറയാനുള്ളത്, നീ 2 മാസം കൂടെ ചെയ്യും. അത് കഴിഞ്ഞാൽ നീ ചെയ്യുന്നത് എവിടാന്ന് അറിയാം. നിന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന രീതി അറിയാം. പട്ടികാതി പെൺകുട്ടി ആരെ അടിച്ച കേസിൽ ആ കേസ് ശിവപ്രസാദിന്റെ പേരിലുള്ളത്. നോൺ ബൈലബിൾ ഇട്ടിട്ട് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നോൺ ബൈലബിൾ ഇട്ടിട്ട് ഈ രാജേഷ് എന്ന് പറയുന്ന DYSPയുടെ നേതൃത്വത്തിൽ ആ കേസ് ഒത്തീർപ്പാക്കി. ഇവിടെ നടക്കുന്ന ഈ DYSPക്ക് വേണ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ വെറുതെ അനാവശ്യ സമരങ്ങളെ അടിച്ചമർത്താൻ നോക്കുക. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് തെറ്റ് ഇവിടെ ചെയ്ത സമരം സ്റ്റേഷന്റെ അകത്താണ് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. രാജേഷ് എന്ന് പറഞ്ഞ DYSP മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? കേസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? ഞങ്ങളെ നിങ്ങൾ റിമാൻഡ് ചെയ്യണം. നാട്ടുകാർ വിഷയം കത്തി നിൽക്കണം. നാട്ടുകാർ വിഷയം അറിയണം. ഞങ്ങൾ റിമാൻഡ് ചെയ്യട്ടെ, ഞങ്ങളെ റിമാൻഡ് ചെയ്യട്ടെ. ഇവിടെ CPMന്റെ അച്ചാരം വാങ്ങിച്ച് ഞങ്ങളുടെ നേരം നെഞ്ചറമല്ല DSP കൈ വെച്ചാൽ മതി. CA കെട്ടിയാക്കി CA നടപടിയെടുക്കണം. ആ പെങ്കൊച്ചിനെ നെഞ്ചത്തേരെ പിടിച്ച് വീഡിയോ വെച്ചതൊക്കെ മീഡിയ അടക്കമുള്ള ചാനൽ വീഡിയോ ഉണ്ടല്ലോ, എടുത്തു നോക്ക്. വനിതാ പോലീസ് ഉണ്ടായിരുന്നു അവിടെ, ഇല്ലായിരുന്നല്ലോ. ഒരാൾക്ക് ആ വണ്ടി ഇടിച്ചിട്ട് ആ പ്രതിഷേധം ഛർദ്ദിച്ച് കിടക്കുക, തലച്ചോറ് ക്ഷതമുണ്ട്, CT സ്കാൻ എടുത്ത് അവിടെ കിടക്കുക. ഇപ്പോ അത് മുമ്പ് ഞങ്ങള് റിമാൻഡ് ചെയ്യാൻ പോലും നമ്മാര് നീയൊക്കെ ഞങ്ങളെ ചെയ്യണം. പക്ഷെ നീയൊക്കെ എണ്ണി പകരം ചോദിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമല്ല ഞങ്ങള്. നീയൊക്കെ കണ്ടിരുന്നോ? നീയൊക്കെ നോക്കി വെച്ചോ. ഒരു 5-10 പേര് റിമാൻഡ് എന്ന് പറയുന്നത് തീരത്തില്ല. ഇത് തുടങ്ങാം നമുക്ക് ഇവിടെ. ആ DYSP ആയിട്ട് ഇറങ്ങട്ടെ. എന്തായാലും തല്ലിയോ കൊല്ലിയോ ചെയ്യട്ടെ. ചോദ്യം ചോദിക്കുന്ന നേതാക്കന്മാര് കോൺഗ്രസിന്റെ ക്ഷോഭം നടന്ന് അവരെ അറസ്റ്റിലാണ്. അപ്പൊ ആ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് ലീഡർഷിപ്പ് നിൽക്കുമ്പോഴാണ് പോലീസ് അകത്ത് വെച്ച് അവരെ വീണ്ടും ബലമായിട്ട് പിടിച്ചകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊന്ന് ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയാണ് ആശുപത്രി വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പെൺകുട്ടിയാണ് വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ ആക്രമിച്ചത്. ഞങ്ങൾ നേരത്തെ ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ആ കുട്ടി വൊമിറ്റ് ചെയ്യാണ്. ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ഒരു പെൺകുട്ടിയെ വണ്ടി ഇടിച്ചിട്ടിട്ട് കൊണ്ടുപോയി അതിന്റെ വൊമിറ്റ് ചെയ്യാണ്. അതിന്റെ CT സ്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2, ഞങ്ങളിവിടെ ഉത്തരവാദിത്തത്തോടെ ഈ ഒരു വിഷയത്തിൽ പരിഹരിച്ച സമരം കഴിഞ്ഞ് ഞാനും CA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ വന്നു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു DYFIക്കാരോട് കാണിക്കുമോ? കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, പോലീസിനെ ഒരു മാളിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരനായിരിക്കുന്ന ഒരുത്തനെ അയാളുടെ സഹോദരിയുടെ മുമ്പിലോട്ട് ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട്
ആക്രമിച്ചവർ ബെയിലബിൾ ഒഫൻസ് ഇട്ട് പോയി. ആക്രമിക്കപ്പെട്ട പോലീസുകാരൻ നോൺ ബെയിലബിൾ ആണ്. ഇവിടെ ഒരു സമരത്തിൽ ഉത്തരവാദിത്തമായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ അവരെ ബലമായിട്ട് പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എന്താണ്? നിങ്ങൾ കേസെടുക്കുന്നെങ്കിൽ അതിന്റെ രീതിയിൽ പോട്ടെ. ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങള് ഒരു ഭാഗത്തകത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നു, പുറത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്നു. കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് സമാധാനപരമായി നിൽക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ASU സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഈ ലൈഫ് ഉൾപ്പെടെയുള്ളവരെ ഹോസ്പിറ്റലിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോകും. അപ്പൊ അതൊരിക്കലും അതുകൊണ്ട് ഞങ്ങളിപ്പോ SP ആയിട്ട് ഉൾപ്പെടെ സംസാരിച്ചു. SP യോട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് നിങ്ങൾ എന്തർത്ഥത്തിനാ കിട്ടുന്ന ആളുകളെ എല്ലാം പിടിച്ചോണ്ട് പോവാണ്? ഒരു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ തടയാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മഹിളാ കോൺഗ്രസ് വനിതാ പോലീസിന്റെ സാന്നിധ്യം വേണ്ടേ? ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവിടെ പറയപ്പെടുന്നത്. ഒരു വീഡിയോ നിലനിൽക്കുന്നു. അപ്പൊ അന്വേഷിച്ച പരിഹാരം ഉണ്ടാവണ്ടേ? അങ്ങനെയൊന്നും ഇത് ഞാൻ ഭീഷണിപ്പെടുത്തി യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ഇതൊരു അങ്ങേറ്റം ജനകീയമായ ഒരു വിഷയത്തിൽ ഇന്നലെ രാത്രി 1:15 മണിക്കാണ് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ആ സഹോദരി ഉഷ ജോസഫ് എന്ന് പറയുന്ന സഹോദരി പറഞ്ഞത് 5 വർഷക്കാലം ഒന്ന് കുനിയാൻ പറ്റുന്നില്ല, കാരണം വയറ്റിൽ കത്രി കിടക്കുക. 5 വർഷമായിട്ട് യൂറിനും രക്തവും ഒരുമിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് സൈറ്റിൽ ചെല്ലുമ്പോൾ ഈ യൂറിന്റെ ഗന്ധം കാരണം കൂടെയുള്ള സഹതൊഴിലാളികൾ പറയുകയാണ് എന്താണ് ചെയ്യുന്നറിയാനില്ല, കഠിന വേദനയാണ്, അവർക്കൊന്നും നിവരാൻ കഴിയുന്നില്ല. 5 വർഷക്കാലമായിട്ട് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ കോൺഗ്രസ് മുഴുവൻ സമരം ചെയ്യുന്നത്. അപ്പൊ അവരെ സമരം ചെയ്യുന്നവരെ ഹോസ്പിറ്റൽ ആക്ട്, പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന്റെ കാരണം എന്താണ്? അത് മാനസിക രോഗികളായ ആളുകളും അല്ലെങ്കിൽ അക്രമികളായ ആളുകളും ആശുപത്രിയിലെ സേവനം ചെയ്യുന്ന ഡോക്ടർമാരെ ആക്രമിക്കുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ആക്ട് ഒരു ജനകീയ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ ചുമത്തി അവരെ റിമാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അർത്ഥം എന്താ? ഇതാണ് ഉണ്ടോ? പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്താ? ഡോക്ടർ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 10-20 വർഷം അല്ല 50 വർഷം കത്രിയ വയറ്റി കിടന്നാലും കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ. അപ്പൊ ഇത് വിശദീകരിക്കാൻ നിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശമല്ലേ? പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ, പ്രിമൈസസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ശരിയല്ല, ആ കേസ് റദ്ദാക്കണം. ഇതിനെതിരെ പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്രമിച്ച ആളുകൾക്കെതിരെ കേസെടുക്കണം. പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ പരിശോധിക്കണം. ഒരു പെൺകുട്ടിയെ മാനഭംഗം അല്ലെങ്കിൽ അതൊരു ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ആണ് ഒരു പെൺകുട്ടിയെ ആക്രമിക്കാത്ത തരത്തിൽ. അതെല്ലാം പരിശോധിക്കാതെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ ഒരു കാര്യം ഇതിന്റെ തുടർച്ച ലിജു പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു DYSP വന്ന് കയറി ഇവിടെ അപ്പുറത്ത് ഈ അഴിക്കുള്ളിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ അവരെ റിമാൻഡ് ചെയ്യണമെങ്കിൽ റിമാൻഡ് ചെയ്യട്ടെ, കേസ് വരട്ടെ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷെ എന്താ ബലം പ്രയോഗിച്ച് അതായത് കൈകാര്യം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്തൊരു സമാധാനപരമായി ഇവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ സമരം ചെയ്യുന്നു. ഞങ്ങൾ സമരം ചെയ്യാൻ തന്നെ വന്നതാണ്. ഞാൻ SP യോട് 3 തവണ സംസാരിച്ചു. SP പറഞ്ഞു അങ്ങനെയല്ല, അത് ജാമ്യമില്ലാത്ത വകുപ്പ് വരും. ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ആരാണ്ടോ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ മൊഴിയെടുത്ത് ഞങ്ങൾ FIR ഇടും. FIR ഇട്ട് അത് സ്റ്റേഷൻ ജാമ്യം തരും. ഞാൻ മൂന്നാമത് പറഞ്ഞു ഒന്നുകൂടെ നോക്കട്ടെ. 3 പ്രാവശ്യം സംസാരിച്ചിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഞാൻ വന്ന് DC പ്രസിഡന്റിനെ ഫോണിൽ അറിയിച്ചു ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴുള്ള സീൻ നമ്മൾ കാണുന്നു. എന്താ ഇവർ ചെയ്ത എന്ത് പാതകമാണ്? ഇവിടെ എത്രയോ കേസില് ഈ മന്ത്രിമാരായിരുന്ന MLA-മാരായിരുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ഒത്തുതീർപ്പ് നോൺ ബെയിലബിൾ ആക്ട് അനുസരിച്ച് കേസെടുത്ത് ഒത്തുതീർപ്പിൽ വിട്ടത് സ്റ്റേഷനിൽ. ഈ DYSPക്ക് എല്ലാം അറിയാമല്ലോ, പട്ടികജാതി ആക്ട് അനുസരിച്ചുള്ള കേസിൽ നടപടി എന്താണ് എടുത്തത്? ഒത്തുതീർപ്പാക്കി വിട്ടില്ലേ? DYSP ആര്യ കൊടുത്ത മൊഴി അതനുസരിച്ച് കേസെടുത്തോ, നടപടിയെടുത്തോ? അങ്ങനെ ഒന്നും പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ബോധപൂർവം ഈ DYSPയുടെ കഴിഞ്ഞകാല ചരിത്രം ഞങ്ങൾ ഇപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് ഈ ഇവിടെ വഷളാക്കാൻ ഈ ഉദ്യോഗസ്ഥനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള കേസെടുക്കാം. അത് നിയമപരമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവിടെ നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ പ്രതിഷേധിച്ചു. ഒരു നയ പൈസയുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. ഈ CPM ചെയ്ത പോലെ സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ ചെയ്ത പോലെ നോൺ ബെയിലബിളിലേക്ക് പോകുന്ന ഒരു നടപടി അവിടെ ചെയ്തില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചു. ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു, അവിടെ മുദ്രാവാക്യം വിളിച്ചു വന്നു. അവിടെ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഈ പറയുന്ന ആശുപത്രി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ?
ഏതെങ്കിലും രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പോയോ? ഏതെങ്കിലും ഒരു ഡോക്ടറെ പിടിച്ചു വെച്ചോ? അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഞങ്ങളുടെ കുട്ടികൾ അതൊന്നും ചെയ്തില്ല. അവർ പ്രതിഷേധിച്ചു. അവർ പറഞ്ഞു അത് നമ്മുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. കാരണം അത്രമാത്രം രൂക്ഷമായ ഗൗരവമുള്ള ഒരു വിഷയമാണ്. 5 വർഷം കത്രിക കൊണ്ട് അടക്കലാണ്. ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, അവരുടെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തിയത്. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ അത്തരത്തിൽ നിരുത്തരവാദപരമായ ഉത്തരവാദിത്വം ആയി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു നിഷേധ സമരവും ഞങ്ങളുടെ കുട്ടികൾ ചെയ്തിട്ടില്ല. എന്തായാലും ഈ കുട്ടികളെ മോചിപ്പിക്കുന്നവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അവർ പറയട്ടെ. പക്ഷേ കള്ളക്കേസെടുക്കാനാണോ ശ്രമമെങ്കിൽ ഞങ്ങളെല്ലാം ചുണ്ണാമ്പ് തൊടുകയാണ്. കള്ളക്കേസെടുക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. നാളെയുമുണ്ട്, മറ്റന്നാളുമുണ്ട്. കാലം ഇങ്ങനെ പോകും മുന്നോട്ട്. ഒരു സംശയം വേണ്ട. ഈ ഡിവൈഎസ്പി ഇവിടെ വന്നിരിക്കുന്ന കാലം മുതൽ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിമിനൽ ആക്ടിവിസത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. തെളിവുകൾ ഒരുപാട് തരാം. മാരാരിക്കുളം സ്റ്റേഷനായാലും എസ്എൽപുരത്തായാലും അതിനപ്പുറത്ത് ചേർത്തല പോയപ്പോഴായാലും ഇവിടെ വന്നപ്പോഴായാലും വൈക്കത്ത് സ്വന്തം സ്ഥലത്ത് വെച്ചും ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ എണ്ണി തരാം. അരൂരിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ അനുഭവം ഉണ്ടല്ലോ, അത് ഡിവൈഎസ്പിക്ക് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ സഹചാരിയായ CIക്കുണ്ടാവും. CI ചെയ്ത വൃത്തികെട്ട അതായത് ഒരു പട്ടികജാതി പെൺകുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്താണ് ആ കുട്ടി പറയുന്നത്? നിങ്ങൾ ചാനലുകളിൽ ചിലരുടെ കയ്യിലുണ്ടല്ലോ ആ വിഷ്വൽസ്. ഇങ്ങനെയാണോ ഒരു വനിതാ പോലീസ് ഉണ്ടാകേണ്ടേ? അവിടെ ഉണ്ടായില്ലല്ലോ. ആരാണ് ഇതിന് കൺട്രോൾ? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഡിവൈഎസ്പി ആണോ? CI ആണോ? നടപടി ഉണ്ടാകണം. അല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ല. അതല്ല എന്താണ് കേസിന്റെ നടപടികൾ എന്താണെന്ന് ഞങ്ങളെ അറിയിക്കണം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! പ്രതിഷേധം! യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം! പാവപ്പെട്ട രോഗികളെ അണ്ടാനത്തെ ഹോസ്പിറ്റല് കൊല്ലുന്നേ! കൂട്ടുനിൽക്കും പോലീസ്! ഇതുപോലൊരു നാറിയ വകുപ്പ് കേരള ജനത കണ്ടിട്ടില്ല. വീണ ജോർജ് രാജിവെക്കൂ! ഒപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കൂ! പുറത്തു പോകൂ! ഉന്നപ്രായ ലൗഷ ചേച്ചിയെ വിളിച്ചിട്ട കാര്യമുള്ളൂ. നമ്മളത് ഗേറ്റൊന്നും തടയുന്നില്ല. ആർക്കും പോകുന്നത് ആലപ്പുഴയിലുള്ള എല്ലാ പോലീസുകാരും വിളിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടാണ്.
നമ്മൾ എസ് പിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ തീരുമാനം എന്താണെന്ന് നമ്മളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ കൃത്യമായി. ഇത്തരത്തില് എടുക്കാൻ കഴിയാത്ത ആക്ട് ഉപയോഗിച്ച് കേസെടുക്കുന്നതിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇല്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, ഇത്ര ബിൽഡപ്പൊന്നും കാണിക്കണ്ട, വാലടച്ചോ അവരെ കൂടെ കയറ്റാം, അതിനുള്ള പൊങ്ങലി പോകുന്നു, ഇത്രയൊന്നും വേണ്ട. പ്രവീണ ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. എത്രയുണ്ട്? നമ്മളെ കേസ് അതാണ് വരാൻ പടത്തിൽ കോളറിട്ടുള്ള ഇരിക്കുന്നത്. തടസ്സപ്പെടുത്തല്ലേ, ഇവിടെ ഒരു തടസ്സപ്പെടുത്തലുണ്ട്. ഡിപ്പാർച്ചർ എറണാകുളം ഫോർ തിരുവനന്തപുരം 20/2/2026 5:30 PM. ഡിപ്പാർച്ചർ എറണാകുളം ഫോർ തിരുവനന്തപുരം ബൈ കാർ വയ MC റോഡ്. സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് under Y+ category. അവരെ പിടിച്ചു വെച്ചില്ല, അമ്മാരെ പിടിച്ചു വെച്ചിരിക്കുക. കായംകുളം
നമ്മുടെ ജോലിയാണ്. എത്ര പേരകത്തുള്ളൂ റിമാൻഡ് അത് ആ നിങ്ങൾ മാത്രമുള്ളൂ. അല്ല നിങ്ങൾ അകത്ത് കയറിയ ജുഡീഷ്യൽ അന്വേഷണമാണെന്ന്